ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ലിനോവയുടെ ടാബ് പ്ലസ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ ടാബ്ലറ്റ് ആണ്. ഇത് ഓൾമോസ്റ്റ് 30,000 റേഞ്ചിൽ വരുന്നതാണ്. നമുക്കിതിൽ 8GB 256GB വൈഫൈ പ്ലസ് 5G വേരിയന്റ് ആണത്. ഗ്രേ കളറാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് 12.1 ഇഞ്ചിന്റെ വലിയ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഒക്ടോബർ പ്രൊസറാണ് വരുന്നത്. മീഡിയ ടെക്കിന്റെ ആണ്. 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 10,000 mAh ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ തന്നെ സ്മാർട്ട് കണക്ട് ഫീച്ചർ ഉണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്. പിന്നെന്താ, ചാർജറൊക്കെ ഉണ്ട്. അത് വേറെ കാര്യം. അപ്പൊ ഇതാണ് അതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എൻ്റെ ആക്ച്വലി നമ്മുടെ മോട്ടോറോളയുടെ ഒരു ടാബ്ലറ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് സിമിലർ ഒക്കെ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. അതിനായിട്ട് വലുതാ, പക്ഷെ ഇതിൽ കുറച്ചുകൂടി നല്ല പ്രൊസസ്സറാണ്. ഇത് 12.9 ഇഞ്ചിന്റെ ഡിസ്പ്ലേ വരുന്നതാണ് കേട്ടോ. അതാണ് ഡിഫറൻസ്. അപ്പൊ നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ അപ്പൊ നമ്മൾ ഓപ്പൺ ബോക്സ് ആയതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ അൺബോക്സിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നില്ല. അപ്പൊ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് ആയി നോക്കി നോക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി എന്റെ ബ്രദറിന് വാങ്ങിച്ചതാണ്. ജസ്റ്റ് മീഡിയ കൺസെഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. അപ്പൊ ഇതാണ് നമ്മുടെ ടാബ്ലറ്റ് വന്നിട്ട്. സാധനം ഫുൾ മെറ്റാലിക് ബിൽഡ് ആണെങ്കിലും നല്ല തിന്നാണ് കേട്ടോ. അത് കണ്ടു, നല്ല തിന്നാണ് കണ്ടു. അത്യാവശ്യം നല്ല, അതേപോലെ തന്നെ ഹാൻഡി ആണ്. 12 എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം വലുതാണ്. ഇത് ലിനോവന്റെ ബ്രാൻഡിങ്, അതുപോലെ തന്നെ സിംഗിൾ സംഭവം, കളറും കൊള്ളാം. അതിന്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 13 MB ക്യാമറ സംഭവമൊക്കെയാണ് വരുന്നത്. അപ്പൊ ഞാനിത് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ഡിസ്പ്ലേയും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ഇതിന്റെ ഓവറോൾ എക്സ്പീരിയൻസ് കൊള്ളാം. ഞാൻ അതിന് മുമ്പ് നമ്മുടെ ഈ ബോക്സിൽ എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ചുതരാം. ഇതിൽ നമുക്ക് പിന്നെ ഇത് നമ്മുടെ ലിനോവന്റെ ഒരു പാനയാണ്. ഇത് മറ്റേ മോട്ടോറോളോടെ കിട്ടുന്നതും ഓൾമോസ്റ്റ് ഈ സിമിലർ പാന തന്നെയാണ്. എന്തായാലും നമുക്ക് ജസ്റ്റ് കാണിച്ചുതരാം. ലിനോവന്റെ കൂടെ നമ്മൾ എക്സ്ട്രാ സെപ്പറേറ്റ് ചാർജ് ചെയ്യണം കേട്ടോ. അതേ മോഡൽ തന്നെയായിരിക്കും. ലിനോവയും മോട്ടോറോളൊക്കെ ഒന്ന് തന്നെയാണ്. ഇത് കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ. ലുക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് ഊരാൻ പറ്റുന്ന മോഡലൊക്കെയാണ്. ഇത് ബാറ്ററി ആണ് കേട്ടോ, ചാർജബിൾ അല്ല. അത് കുറേ മറ്റേ ചാർജബിൾ ആണ് കേട്ടോ മോട്ടോറോളോടെ. അപ്പോ ഇത് അവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് കുറച്ച് ബുക്ക്ലെറ്റ്സുകളും അതുപോലെ തന്നെ ലിനോവ ടാബ് പെന്നിനെ കുറിച്ചുള്ള ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്. പിന്നെ ക്യുക്ക് സ്മാർട്ട് ഗൈഡ് എന്നൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. പിന്നെ സിം ഇജക്ടർ ടൂൾ ഉണ്ട്. ചെറുത് 5G വേരിയന്റ് ആണല്ലോ. ഇത് 12GB 256GB മോഡലാണ് ഈ വന്നിരുന്നത്. പിന്നെ നമുക്ക് ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കി വെക്കാം. ചാർജർ ഉണ്ട്. ഒരു PD ചാർജറാണ്. ഇത് എത്ര വാട്ടാ? 68 വാട്ട് തന്നെ ആയിരിക്കും. 45 വാട്ടിന്റെ ചാർജറാണ് വരുന്നത് കേട്ടോ. 45 വാട്ടിന്റെ PD ചാർജറാണ്. നമുക്കിത് ടൈപ്പ് സി ടു ടൈപ്പ് സി ആണ്. നമുക്ക് നമ്മുടെ സാംസങ്ങിനൊക്കെ ഉപയോഗിക്കാം. അപ്പൊ അത് നമ്മുടെ ബോക്സിൽ കിട്ടുന്നുണ്ട്. ഇതിന്റെ ഈ മോഡൽ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ആക്ച്വലി ഇതിന്റെ ഒരു പ്രോ മോഡൽ ഉണ്ട്. അത് വാങ്ങിച്ചാലും മതി. അതിനായിട്ട് കുറച്ചുകൂടി നല്ല പ്രൊസസ്സറാണ് വരുന്നത്. പിന്നെന്താ, ഡിസ്പ്ലേ ഒക്കെ കൊള്ളാം. അതുപോലെ തന്നെ ഇതില് ബ്ലോട്ട് വേഴ്സിന് സാധനം ഇല്ല കേട്ടോ. ക്ലീൻ സംഭവം. അപ്ഡേറ്റ്സ് സ്ലോ തന്നെയായിരിക്കും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലിപ്പോൾ കിടക്കുന്നത് ഞാൻ ആക്ച്വലി ഇതിൽ നമ്മുടെ അതിൽ അപ്ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് സിമിലർ ഒക്കെ തന്നെയാണ്. എന്താ പറയാ, നമ്മുടെ എന്താ പറയാ ഇതിൽ വരുന്നത് പേര് ഞാൻ കാണിച്ച സിസ്റ്റം അപ്ഡേറ്റ് മീഡിയ ടെക് ഡയമൻസിറ്റി 6400 ആണ് ഇതിൽ വരുന്നത് കേട്ടോ. 256GB വേരിയന്റ് ആണ്. 12GB റാം മോഡലാണ് വരുന്നത്. ആൻഡ്രോയിഡ് 16 ആണ് ഇതിൽ ഈ ബോക്സിൽ തന്നെ. ഔട്ട് ഓഫ് ബോക്സ് വരുന്ന ആൻഡ്രോയിഡ് 16 തന്നെയാണ് കേട്ടോ. മോട്ടോ പാഡ് 16 ആകുമ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് 15 ആണ്. അതിലോട്ട് 16 വന്നിട്ടില്ല ഇതിൽ. പക്ഷെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, പിന്നെ ഇതിൽ കുറെ സംഭവം ഉണ്ടല്ലോ. വാറന്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വാറന്റി ചെക്ക് ചെയ്യാനുള്ളത്, അങ്ങനത്തെ കുറച്ച് സംഭവം. ലിനോവയുടെ സാധനം ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാം. എന്റെ ബ്രദർ ഓൾറെഡി ലിനോവയുടെ ടാബ് പണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഭയങ്കര റെഫ്യൂസ് ഒക്കെ ആയിരുന്നു. പക്ഷെ അതിനൊന്നും ഒരു കംപ്ലൈന്റും ഇല്ല. അതുകൊണ്ടാണ് പിന്നെയും ലിനോവയിലേക്ക് തന്നെ പോകാൻ മെയിൻ കാരണം കേട്ടാ. ടാബ് നമുക്ക് ലിനോവ ഐഡിയ ടാബ് പ്ലസ് എന്നാണ്. നിങ്ങൾക്ക് ഐഡിയ ടാബ് പ്രോ മോഡൽ ഉണ്ട്. അത് വാങ്ങിക്കുകയാണെങ്കിൽ അതിനായിട്ട് കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. അതിൽ പ്രൊസസ്സർ ഇതിനായിട്ട് നല്ല പ്രൊസസ്സറാണ്. പിന്നെ നോർമൽ മീഡിയ കൺസപ്ഷൻ അങ്ങനത്തെ പരിപാടിക്കാണെങ്കിൽ ഇതൊക്കെ ധാരാളമാണ്. വേറെ കാര്യം ആ പർപ്പസിലാണ് ഈ സാധനം വാങ്ങിച്ചത് മെയിനായിട്ട് ഇടാം. പിന്നെ ഇതിൽ സിം ഇടാൻ പറ്റുന്ന ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ വലിയ കാര്യമായിട്ടുള്ള സംഭവമൊന്നുമില്ല. അപ്പൊ ഞാൻ വേണമെങ്കിൽ അതൊന്ന് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ നമ്മൾ സംഭവം വീഡിയോ ഒക്കെ ട്രൈ നോക്കിയിട്ടുണ്ടായിരുന്നു. വീഡിയോ കൺസെപ്ഷന് കൊള്ളാം. ഞാനിപ്പോൾ ഒരു ഇതിൽ നമ്മുടെ ഷോർട്സ് കാണിച്ചാൽ അതിന്റെ സൗണ്ട് അറിയാൻ വേണ്ടിയിട്ട് സൗണ്ട് വരുന്നുണ്ട്. സോണിയുടെ. അപ്പൊ ഇത് ഞാൻ ആക്ച്വലി ആമസോണിൽ വാങ്ങിച്ചാൽ നമുക്കിപ്പോ സെയിൽസ് ഓഫർ ഉണ്ടല്ലോ. അപ്പൊ അതിന് ശേഷം ഞാൻ വാങ്ങിച്ചെന്ന് വെച്ചാൽ എന്റെ ഈ
അത്യാവശ്യം നല്ല സംഭവം തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡയമൻസിറ്റി പ്രൊസസറിന്റെ 6300 ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹെവി പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം, നിങ്ങൾ ഇന്നോവയുടെ ടാബ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പ്രോ മോഡൽ വാങ്ങിച്ചാൽ മതി. ഇതിന്റെ പ്രോ മോഡൽ ഉണ്ട്, പ്ലസ് വാങ്ങിക്കണ്ട. ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് തന്നെയാണ്. പിന്നെ ക്യാമറ ക്വാളിറ്റി ആവറേജ് എന്ന് പറയാനുള്ളൂ, നിങ്ങൾക്ക് ഓൾറെഡി ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിന്റെ കുറെ പുതിയ മോഡൽസുകളൊക്കെ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണെന്ന് വെച്ചാൽ നമ്മുടെ OnePlusന്റെ പാഡ് 2 ഉണ്ട്, അങ്ങനെ കുറച്ച് പുതിയ മോഡൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിച്ചു തരാത്തത്. പിന്നെ ബാക്കിയെല്ലാം നോർമൽ എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. നമ്മുടെ ഹലോ യു ആണ് ഇതിൽ വരുന്നത്, നമ്മുടെ ലിനോവന്റെ തന്നെ അല്ലെങ്കിൽ മോട്ടോറോയുടെ തന്നെ പറയാം. ഓൾമോസ്റ്റ് സ്റ്റോക്ക് അതിനോട് തന്നെ, വേറെ സംഭവമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എന്താ പറയാ ഐഡിയ പാഡ് പ്ലസിന്റെ ഒരു കുട്ടി അൺബോക്സിംഗ് വീഡിയോ കേട്ടോ. അതിൽ കുറച്ച് സ്മാർട്ട് ഫീച്ചേഴ്സും എല്ലാ സംഭവങ്ങളും ഉണ്ട്. Android 16 ആണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ ചെറിയൊരു ലാഗും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് മീഡിയ കൺസപ്ഷന് വേണമെങ്കിൽ മാത്രം ഇതെടുത്താൽ മതി. അതാണ് നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. പിന്നെ ലിനോവയുടെ ടാബിൾ അങ്ങനെ കംപ്ലൈൻസ് ഒന്നും ഇവരുടെ അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, പേഴ്സണലി നമുക്ക് ബ്രദറിന് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ടാണ് പിന്നെയും ആ ആള് ലിനോവയ്ക്ക് തന്നെ പോകാൻ മെയിൻ കാരണം. ഓൾറെഡി ലിനോവയുടെ ടാബ് 2-3 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോഴൊരു കംപ്ലൈന്റും ഇല്ല. അതും അമ്മാര് റഫ്യൂസ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെയും ഇതിലേക്ക് തന്നെ പോകാൻ കാരണം. ഞാൻ ആക്ച്വലി OnePlus Pad 2 ഒക്കെ റെക്കമെൻഡ് ചെയ്തതാണ്, പക്ഷെ ആൾക്ക് പിന്നെയും ലിനോവയെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ പ്രോ മോഡൽ നോക്കിയപ്പോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്തോ കാണിച്ചു, അങ്ങനെയാണ് ഞാൻ പ്ലസ് ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ പ്രോ മോഡൽ ചെയ്യുന്നുണ്ടല്ലോ. ഇതിനായിട്ടും കുറച്ച് വലുതാണ് മാത്രം പ്രോ മോഡൽ, അല്ലാണ്ട് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. പിന്നെ മീഡിയ കൺസെഷൻ ആണ് മെയിൻ യൂസ്, അപ്പോൾ പിന്നെ എന്തായാലും മതി. അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം.